എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് +2 ബിസിനസ് സ്റ്റഡീസ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ 3rd ചാപ്റ്റർ ബിസിനസ് എൻവയോൺമെൻറ്റ്. ഈ ചാപ്റ്ററിൽ നിന്ന് മുൻ വർഷങ്ങളിൽ എക്സാമിന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസാണ് പരിചയപ്പെടാൻ പോകുന്നത്. ആദ്യം നമുക്ക് വൺ വേർഡുകൾ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സോഷ്യൽ എൻവയോൺമെൻറ്റ്? താഴെ തന്നിരിക്കുന്നവയിൽ സോഷ്യൽ എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സാമ്പിൾ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സ്റ്റെബിലിറ്റി ഓഫ് ഗവൺമെൻറ്, ലേബർ ലോസ്, ലിറ്ററസി റേറ്റ്, ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി. ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. പിന്നെ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, ചേഞ്ച് ഇൻ ഫാഷൻ ഓഫ് പീപ്പിൾ ബിലോങ്സ് ടു ഡാഷ് ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്. ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ ഏത് ഡയമെൻഷനിലാണ് ചേഞ്ച് ഇൻ ഫാഷൻ ഉൾപ്പെടുന്നത്? സോഷ്യൽ ഡയമെൻഷനിലാണ് നമുക്ക് ചേഞ്ച് ഇൻ ഫാഷൻ ഉൾപ്പെടുത്തുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബിസിനസ് എൻവയോൺമെൻറ്റ് ഇൻക്ലൂഡ്സ് ബോത്ത് സ്പെസിഫിക് ആൻഡ് ജനറൽ ഫോഴ്സസ്. ലിസ്റ്റ് ഔട്ട് എനി 4 സ്പെസിഫിക് ഫോഴ്സസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്. ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ ഫീച്ചേഴ്സിലെ സെക്കൻഡ് പോയിൻറ്റിൽ ഉൾപ്പെടുന്നതാണ് ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ അത് ഞാനിവിടെ നൽകാം. സ്പെസിഫിക് ഫോഴ്സസും ജനറൽ ഫോഴ്സസും ഇവിടെ നൽകാം. അത് നോക്കിയിട്ട് നിങ്ങൾ നന്നായിട്ട് പഠിക്കേണ്ടതാണ്. നെക്സ്റ്റ് 2 മാർക്കിന് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, വാട്ട് ഡു യു മീൻ ബൈ ബിസിനസ് എൻവയോൺമെൻറ്റ്? പിന്നെ ചോദിച്ചിരിക്കുന്നത്, വാട്ട് ഈസ് ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ്? ഈ ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ ഡയമെൻഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഡയമെൻഷൻസ് ആ ചാർട്ടടക്കം പഠിച്ച് വയ്ക്കുക. എന്തായാലും ചോദിക്കാറുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എനി 3 challenges ഫേസ്ഡ് ബൈ ദി ഇന്ത്യൻ ബിസിനസ് ഫേംസ് ഡ്യൂ ടു ദി ചേഞ്ചസ് ഇൻ എക്കണോമിക് പോളിസി ഓഫ് ഗവൺമെൻറ് ഇൻ 1991. ഇന്ത്യൻ ബിസിനസ് ഫേംസ് ചലഞ്ച് ചെയ്തത്, അതായത് ഫേസ് ചെയ്ത ചലഞ്ചസ്, ന്യൂ എക്കണോമിക് പോളിസിയുടെ കാരണങ്ങൾ കൊണ്ട് വന്നിരിക്കുന്ന ചലഞ്ചസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിലെ ലാസ്റ്റിൽ കിടക്കുന്നുണ്ട് അതിൻ്റെ ചലഞ്ചസ്. ഇൻക്രീസിങ് കോമ്പറ്റീഷൻ, മോർ ഡിമാൻഡിങ് കസ്റ്റമേഴ്സ്, റാപ്പിഡ്ലി ചേഞ്ചിങ് ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ്, നെസസിറ്റി ഫോർ ചേഞ്ചസ്. അങ്ങനെ തുടങ്ങുന്ന ഒരു 6 പോയിൻ്റ് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഈ ക്വസ്റ്റ്യൻ 3 മാർക്കിൻ്റെയാണ്. അപ്പോൾ 3 പോയിൻറ്റ്സ് എഴുതിയാൽ മതിയാകും. പിന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത്, ഫിൽ അപ്രോപ്രിയേറ്റ് ആസ് പെർ ഹിൻഡ് ഗിവൺ. ഹിൻഡ് തന്നിട്ടുണ്ട് ഒരു എക്സാമ്പിൾ പോലെ. അതുപോലെ ഒരു 4 പോയിൻ്റ് കൂടി തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഇൻഫ്ലേഷൻ റേറ്റ് തന്നിട്ടുണ്ട്. അത് ഉൾപ്പെടുന്നത് എക്കണോമിക് എൻവയോൺമെൻറ്റിലാണ്. രണ്ടാമത് തന്നിരിക്കുന്നത് സ്റ്റെബിലിറ്റി ഓഫ് ഗവൺമെൻറ് ആണ് തന്നിരിക്കുന്നത്. അത് ഉൾപ്പെടുന്നത് പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റിലാണ്. നെക്സ്റ്റ് തന്നിരിക്കുന്നത് സയൻറ്റിഫിക് ഇംപ്രൂവ്മെൻറ്റ്സ് ആണ്. അത് വരുന്നത് ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റിലാണ്. നെക്സ്റ്റ് ചേഞ്ച് ഇൻ ലൈഫ് സ്റ്റൈലും കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ്. ഇത് രണ്ടും വരുന്നത് സോഷ്യൽ എൻവയോൺമെൻറ്റിലാണ്. അപ്പോൾ നമുക്ക് ഈ ഇത്രയും ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും എൻവയോൺമെൻറ്റുകൾ, ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ ഡയമെൻഷൻസ് വിത്ത് എക്സാമ്പിൾസ് വെച്ച് പഠിക്കേണ്ടതാണ്. ആ ഡയഗ്രം പഠിച്ചു വയ്ക്കുക. ഇത്രയും ഭാഗങ്ങളാണ് ഈ ചാപ്റ്ററിൽ നിന്നും പഠിക്കേണ്ടത്.